ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു വ്ളോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പം വെക്കേഷൻ ടൈമാണല്ലോ, നിങ്ങളൊക്കെ അടിച്ചു പൊളിക്കുന്നുണ്ടാവും, ഞാനും അടിച്ചു പൊളിക്കുന്നതാണ്. അപ്പം ഞാനിപ്പോൾ ഉള്ളത് സ്റ്റോൺ ഹിൽ റിസോർട്ടിലാണ്. അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ വീഡിയോസൊക്കെ, ഡാൻസ് വീഡിയോസും അങ്ങനെ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിന് മുമ്പ് ഞാൻ കുറേ ആളിനെ കാണിച്ചു തരാം. ഇതാണ് മങ്കീസ്. കുറേ മങ്കീസ് ഉണ്ട് ഇവിടെ. കുറേ ഇത് കാടാണ് ശരിക്കും പറഞ്ഞാൽ. അത് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുന്നതാണ്. ആ സമയത്ത് കണ്ടതാണ്. കുറേ ചെറിയ മങ്കീസും അതേപോലെ തന്നെ വലിയ മങ്കീസും കുറേ ഉണ്ട്. കാണുമ്പോൾ പാവം പോലെ തോന്നുന്നുണ്ട്. വരുന്നുണ്ട് നമ്മളുടെ അടുത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാൻ. കുറേ ആളൊക്കെ കുറേ ഫുഡ്സൊക്കെ അങ്ങനെയെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചായിരുന്നു ഇതിനൊക്കെ ഫുഡൊക്കെ കൊടുക്കാമെന്ന്, പഴം അങ്ങനത്തെ അത്രയും കൊടുക്കാമെന്ന്. പക്ഷേ നമ്മൾ കുറച്ച് മുമ്പിലേക്ക് പോകുമ്പോഴത്തേക്കും അവിടെ ഒരു പോസ്റ്റർ ഒടിച്ചിട്ടുണ്ടായിരുന്നു. അതിലെഴുതിന് ഡോണ്ട് ഫീഡ് ആനിമൽസിന്. അപ്പോൾ നമ്മളതൊന്നും കൊടുത്തിട്ടില്ല. പക്ഷെ കൊടുക്കണമെന്നുണ്ട്, കൊടുത്തിട്ടില്ല. പക്ഷേ സോറി ഗൈസ്, ഞാൻ എവിടെ പോകുന്നത് പറഞ്ഞിട്ടില്ല. ഞാൻ പോകുന്നത് ഗോൾഡൻ ടെമ്പിളിലാണ്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. കുറേ എന്തായാലും മസ്റ്റ് പോകേണ്ട ഒരു സ്ഥലമാണ്. കുറേ വ്യൂസും കുറേ അതെല്ലാം കാണാനുണ്ട്. നമ്മൾ കാറിലാണ് പോയത്, 4 ആളും കൂടെ, ഞാനും അച്ഛനും ഏട്ടനും അമ്മയും. ഇത് രാവിലെയാണ് പോയത്. രാവിലെ പോയിട്ട് അവിടെ ഉച്ചക്കാണ് എത്തിയത്. കാരണം കുറേ സമയം എടുക്കേണ്ടി വരും, കുറേ മണിക്കൂരെല്ലാം എടുത്തിന്. എന്നിട്ട് നമ്മളവിടെ റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കണ്ട ഒരു പൂച്ചയാണിത്. ഇത് നല്ല രസമുണ്ട്, നല്ലൊരു ക്യൂട്ട് പൂച്ചയാണ്. നമ്മളെല്ലാം കഴിക്കുമ്പോൾ അവിടെ കണ്ടതാണ്. അപ്പം ഇതാണ് ഗോൾഡൻ ടെമ്പിള്. ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ 3 സ്വർണ്ണ പ്രതിമകളുണ്ട്. പിന്നെ ഇത് എന്തെങ്കിലും ഉത്സവം മാത്രം ഉണ്ടെങ്കിൽ ഇതിങ്ങനെ തുറന്നിടും, എന്നാലും നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റും. അല്ലെങ്കിൽ പൂട്ടിയിടുക ചെയ്യുക. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് കുറേ പിക്ചേഴ്സൊക്കെ ഉണ്ട്. നല്ല കുറേ പെയിൻറ്റിങ്ങും കുറേ പിക്ചേഴ്സും അങ്ങനെയൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ മുകളിലും ഉണ്ട് കുറേ ഇങ്ങനത്തെ റൗണ്ട് അതേപോലത്തെ കുറേ ഉണ്ട്. നിങ്ങൾ കാണാൻ പറ്റും ഇവിടെ കുറേ ആളുണ്ട് എന്ന്. ഇവിടെ കുറേ ആൾ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ അതിൽ പുറത്തിറങ്ങിയപ്പോൾ അവിടെയും കുറേ പെയിൻറ്റിങ്സും അതേപോലെ തന്നെ പിക്ചേഴ്സും ഒക്കെ ഉണ്ട്. അവിടെ കുറേ ഗാർഡനും അങ്ങനെ കുറേ ഉണ്ടല്ലോ ഉണ്ട്, ലീവ്സും. അതിൽ ഞാൻ എൻ്റെ കൈയൊക്കെ ഇങ്ങനെ ആക്കിയിട്ടുണ്ടായിരുന്നു, ഞാനിങ്ങനെ കാണാൻ പറ്റും. അപ്പം അതൊക്കെ നല്ല സുഖമാണ്. ഇത് ഞാൻ അടുത്ത് പറഞ്ഞിട്ട് വീഡിയോ എടുപ്പിച്ചതാണ്. നല്ല രസമില്ലേ? അടുത്തായിട്ട് നമ്മൾ പോകുന്നത് വേറൊരു ടെമ്പിളിലാണ്. അപ്പോൾ ഇവിടെയും കുറേ ഉണ്ടല്ലോ പ്രതിമകളും അതേപോലെയെല്ലാം ഉണ്ട് പുറത്ത്. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പം അവിടെ എന്തെല്ലാം ഉണ്ടായിന്. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ അവിടെ കുറേ പ്രാർത്ഥനയോ അങ്ങനെ എന്തെല്ലാം പറയുന്നുണ്ടായിന്. എനിക്കൊന്നും മനസ്സിലായിട്ടില്ല, അവരുടെ ഭാഷയിലാണ് പറഞ്ഞത്.
അപ്പം എന്തെല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സൈഡിലും കുറേ പിക്ചേഴ്സും പെയിൻറ്റിങ്സും കുറേ ഉണ്ടായിന്. നല്ല രസം ഉണ്ടായിന്. അവിടെ ഇരുന്ന ആളെല്ലാം ടിബറ്റിലെ ആളായിരുന്നു. പിന്നെ ബാക്കിൽ അവരുടെ ഒരു ദൈവത്തിനെയും വെച്ചിട്ടുണ്ടായിരുന്നു ടിബറ്റിലെ. പിന്നെ നമ്മൾ അതിൻ്റെ അന്ന് പുറത്തേക്ക് പോയപ്പം അവിടെ ഒരു ചെറിയ നായ്ക്കുട്ടീനെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം അവിടെ ബാക്കിൽ നിന്ന് അവർ എന്തോ ഒരു സാധനം അവരുടെ ഏതോ ഒരു ദൈവത്തിന് അത്ര ഇങ്ങനെ പിടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് അവിടെ ചാടി അത്ര എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതാ ബാക്കിൽ ഇങ്ങനത്തെ ഒരു വലിയൊരു അതാണ് ടെമ്പിളാണ്. കാണുമ്പോൾ നല്ല രസമുണ്ട്. ഇനി നമ്മൾ അതിനുള്ളിൽ കയറി. അവിടെ എന്തല്ലോ സ്വർണത്തിൻ്റെ ഇങ്ങനത്തെ എന്തെല്ലോ ആണ് വെച്ചത്. പിന്നെ സൈഡിലൊക്കെ കുറേ പെയിൻറ്റിങ്സും അതേപോലെ പിക്ചേഴ്സും അതെല്ലാം ഉണ്ടായിരുന്നു. ഇവരുടെ ടെമ്പിൾ കുറേ പെയിൻറ്റിങ്സ് ആണ് ഉള്ളത്. പിന്നെ ഇവിടെ എന്തെല്ലോ വച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വളർന്നു കുറച്ചൊക്കെ വീഡിയോസ് അല്ല ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറേ ലീവ്സും ഫ്ലവേഴ്സും അതെല്ലാം ഉണ്ടായിരുന്നു. നമുക്കൊന്നും മനസ്സിലായിട്ടില്ല. ബാക്കിൽ നിന്നാണ് നമ്മൾ കണ്ടത് ഫസ്റ്റ്. പിന്നെ നമ്മൾ ചെരിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നപ്പം അവിടെ കുറേ ഇതെല്ലാം ഉണ്ടായിന്. കുറേ വീട് ചെറിയ ഹൗസെല്ലാം ഉണ്ടാവില്ലേ, അതൊക്കെ നിരത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് വിചാരിച്ചത് എന്തോ ഒരു പ്രതിമ അത്ര ആണെന്നാണ് വിചാരിച്ചത്. പിന്നെ അവിടെ എന്തെല്ലോ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത് കാർഡ്ബോർഡിൽ ഉണ്ടാക്കിയ ചെറിയ വീടാണ്. കാണുമ്പോൾ ശരിക്കും ഇല്ല പോലെ തോന്നും. പിന്നെ നമ്മൾ ആടുന്ന് പോയി. പിന്നെ നമ്മൾ ഇതിനുള്ളിൽ നോക്കിയപ്പോൾ അവിടെ കുറേ വിളക്കുണ്ടായിരുന്നു. ചെറിയ വിളക്കുണ്ടായിരുന്നു കുറേ. പിന്നെ നേരത്തെ ആക്കിയ പോലെ തന്നെ ഒന്നിക്കൂടി ആക്കി നോക്കി. നല്ല രസമുണ്ട്. പിന്നെ ഇതാണ് ഫസ്റ്റത്തെ എൻട്രൻസ്. കാണിച്ചില്ല. ഇത് ഉച്ചയോട് നല്ല ചൂടുണ്ട്. ഇപ്പം നല്ല വെയിലും ഉണ്ട്. പിന്നെ നമ്മളവിടെ ഫസ്റ്റ് ടൈം കയറുമ്പോൾ തന്നെ ചെരുപ്പ് അയച്ച് വെക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ചെരുപ്പ് അയച്ച് വെച്ചിട്ട് ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ
അവിടുന്ന് കുറേ ഇങ്ങനത്തെ ക്യൂട്ട് വീഡിയോസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സൈഡിൽ നിന്ന് കുറേ നടന്ന് നല്ല വ്യൂ ആണ് ഇവിടെ. പിന്നെ അവിടെ കുറേ ലീവ്സും അതെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആടുന്ന് വെറുതെ ഇങ്ങനെ നടന്നും തുള്ളിയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. നോക്കണ്ട, ചേറില്ല വെള്ളമാണ്. പിന്നെ നമ്മൾ ആടുന്ന ടിബറ്റിൽ കുറച്ച് ആളുകളെല്ലാം ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഫോട്ടോ ആണ്. പിന്നെ ഞാനും ഒറ്റയ്ക്ക് ഇന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോയിക്കൊണ്ടെന്ന് ഇതാണ് എൻട്രൻസിൻ്റെ സ്ഥലം. അവിടെ കുറച്ച് വെള്ളം ഇങ്ങനെയെല്ലാം ഉണ്ടാവില്ലേ, പൈപ്പിൽ നിന്ന് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം കാണിച്ചത് ഒരു പർപ്പിൾ ഫ്ലവറാണ്. അതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല, പക്ഷെ നല്ല രസമുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഷോപ്സിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറേ അവരെന്തെല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നു. ഒന്നും മനസ്സിലായിട്ടില്ല, അവരുടെ ഭാഷയിലാണ്. പിന്നെ കുറേ കമ്മലുണ്ടായിരുന്നു, കുറേ സ്ക്രഞ്ചീസ് ഉണ്ടായിരുന്നു, കുറേ ഉണ്ടായിരുന്നു, ഓരോ കളറിൻ്റെ. പിന്നെ എനിക്ക് ഈ കമ്മൽ വല്ലാണ്ട് ഇഷ്ടപ്പെട്ട് അത് വാങ്ങിച്ച്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ അവിടെ കുറേ എന്തെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഇതിൽ നല്ല ക്യൂട്ട് ബുദ്ധ പോലെ തോന്നില്ലേ, നല്ല രസമുണ്ട്. പിന്നെ ഇത് നല്ല ക്യൂട്ടായിട്ടുണ്ട്, നല്ല രസമുണ്ട്. പക്ഷെ നമ്മൾ വാങ്ങിച്ചിട്ടില്ല. കുറേ എടുത്തിട്ടുണ്ടായിരുന്നു, നിങ്ങളൊക്കെ അത് കണ്ടു നോക്കൂ. പിന്നെ അവിടെ ഒന്നെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ പുറത്ത് പോയപ്പം ആ ഒരു ഏട്ടൻ പറഞ്ഞ് പുറത്ത് 50 ഓഫേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടുന്ന് എൻ്റെ ഒരു കമ്മൽ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ എന്തോ സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മക്കൊരു ബാഗും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല എടുത്ത് ഞാൻ പറഞ്ഞുതരാം. ഒരു സ്റ്റോപ്പ് സ്റ്റിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഏട്ടന് വേണ്ടിയിട്ടാണ് എടുത്തത്. പിന്നെ എൻ്റെ സ്ട്രഞ്ചീസ് എടുത്തിന്, നല്ല ക്യൂട്ടായിട്ടുള്ള സ്ട്രഞ്ചീസാണ്. പിന്നെ നേരത്തെ കാണിച്ച കമ്മലും, പിന്നെ ഇപ്പോൾ ഇട്ട് ആ കമ്മലും 50 കമ്മലും നല്ല ചെറുതാണ്, പക്ഷേ നല്ല രസമുണ്ട്. പിന്നെ ഈ ഒരു ക്യാപ്പും ഏട്ടന് വേണ്ടി എടുത്തതാണ്. പിന്നെ ഈ ബാഗ് നമുക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇങ്ങനത്തെ ഒക്കെ സംഭവം കണ്ടിന് നല്ല രസമാണത്. ഇങ്ങനെയുള്ള കൈന് കൊണ്ട് അടിച്ചപ്പം. പിന്നെ ഓരോന്നെല്ലാം നല്ല 150 വില ഉണ്ടാവും, നല്ല വിലയാണ് ഇപ്പം. പിന്നെ ഇവിടെ കുറേ കൂളിംഗ് ഗ്ലാസ് ഉണ്ടായിരുന്നു, ഓരോ ടൈപ്പ് കൂളിംഗ് ഗ്ലാസ്സാണ്, നല്ല രസം ഉണ്ടായിരുന്നു. പിന്നെ എന്തെല്ലാം ഉണ്ടായിന്.
പിന്നെ അവിടെ കുറേ ഡോഗ്സ് ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വേറൊരു ഷോപ്പിൽ പോയി. അവിടെ കുറേ എന്തെല്ലാം ഉണ്ടായിരുന്നു, ഗോൾഡൻ ടെമ്പിൾ അങ്ങനത്തെ എന്തെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അവിടെ നിന്നൊന്നും വാങ്ങിച്ചിട്ടില്ല. പിന്നെ നമ്മൾ വേഗം പോയിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മളെ സിൽക്കുട്ടൻ, സെല്ലറിയാണ് നമ്മളതിനെ സിൽക്കുട്ടനാണെന്ന് വിളിക്കുക. അപ്പം സമയം ഇപ്പം 5:22 ആയിട്ടുണ്ട്. അപ്പം നമ്മൾ വേഗം വീട്ടിലേക്ക് പോവാണ്. അപ്പം ബായ്.